ഓക്കെ, സോറി കേട്ടോ. Irrespective of the place they are operating and are equally applicable to both public and private sector. എന്താണ് പബ്ലിക്കിലും, അതായത് ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും എന്താണ് ഈക്വലി അപ്ലിക്കബിൾ. എന്താണ് നമ്മ ഈക്വലി അപ്ലിക്കബിൾ ആണ് ഈ ബേസിസില്, ലാബിന്റെ ബേസിസില് ലാബിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് പബ്ലിക് സെക്ടറിലായിക്കോട്ടെ പ്രൈവറ്റ് സെക്ടറിലായിട്ട് ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. സ്മോൾ സൈസിൽ എന്താണ് ചെറിയ സൈസിൽ എ ലബോറട്ടറി ദാറ്റ് റിസീവ് സാമ്പിൾസ് ഓഫ് അപ് ടു 100 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. എന്താണ് ഒരു 100 പേഷ്യന്റിന്റെ വരെ സാമ്പിൾ ഒരു ലാബില് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് പെർ ഡേ ആണ്, ഒരു ദിവസം 100 സാമ്പിൾ വരെ 100 പേഷ്യൻസിന്റെ സാമ്പിൾ വരെ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ ലാബിനെ എന്ത് നമ്മൾ പറയും, സ്മോൾ സൈസ്ഡ് ലാബ്. എന്താണ് സ്മോൾ സൈസ്ഡ് ലാബ്, എന്താണ് അപ് ടു 100 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. മീഡിയം, നെക്സ്റ്റ് മീഡിയം സൈസ്ഡ് എ ലബോറട്ടറി ദാറ്റ് റിസീവ് സാമ്പിൾ ഓഫ് അപ് ടു 101 to 400 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. എന്താണ് ഒരു ലാബില് 100 കൂടുതൽ, എത്ര വരെ 400 വരെ, 101 മുതൽ 400 വരെ പേഷ്യൻസിന്റെ സാമ്പിൾസ് സ്വീകരിക്കുകയാണെങ്കിൽ ആ ലാബിന് എന്താണ് മീഡിയം സൈസ്ഡ് ലബോറട്ടറി. നെക്സ്റ്റ് ലാർജ് സൈസ്ഡ് എ ലബോറട്ടറി ദാറ്റ് റിസീവ് സാമ്പിൾ ഓഫ് മോർ ദാൻ 401 to 1000 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. എന്താണ് 400 കൂടുതൽ, 1000 പേഷ്യന്റ് വരെ, 400 മുതൽ 400 മുകളിൽ 1000 പേഷ്യൻസിന്റെ വരെ സാമ്പിൾസ് ഒരു ദിവസം ഒരു ലാബില് സ്വീകരിക്കുകയാണെങ്കിൽ ആ ലാബിന് നമ്മൾ എന്ത് പറയും, ലാർജ് സൈസ്ഡ് ലബോറട്ടറി. വെരി ലാർജ് സൈസ്ഡ്, അപ്പൊ എന്തായിരിക്കും വെരി ലാർജ് സൈസ്ഡ് എന്ന് പറഞ്ഞാല് മോർ ദാൻ 1000 പേഷ്യൻസ് സാമ്പിൾ അല്ലെ, 1000 പേഷ്യൻസിന്റെ 1000ൽ കൂടുതൽ പേഷ്യൻസിന്റെ സാമ്പിളുകള് ഒരു ദിവസം സ്വീകരിക്കുകയാണെങ്കിൽ ആ ലാബിന് നമ്മൾ എന്ത് പറയും, വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി. ക്ലിയർ ആയോ? പിന്നെ പെർ ഡേ ആണ് കേട്ടോ, അത് മാറിയത്, അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ ജൂനിയർ റെസിഡന്റിന്റെയും സീനിയർ റെസിഡന്റിന്റെയും വർക്കിംഗ് അവേഴ്സ് മാറിപ്പോയില്ലേ, അതേപോലെ ഇതെന്താണ് പെർ ഡേ ആണ്. ചിലപ്പോ നിങ്ങൾക്ക് പെർ വീക്ക് അല്ലെങ്കിൽ പെർ മന്ത് എന്നൊക്കെ പറഞ്ഞു വരും കേട്ടോ. അപ്പൊ എന്താണ് അത് മാറിപ്പോകരുത്. ക്ലിയർ ആയോ? ലെവൽസ് ഓഫ് ലബോറട്ടറി. ലബോറട്ടറിനെ NABL ബേസിസിൽ നമ്മൾ എത്ര തരംതിരിക്കുന്നുണ്ട്, 4 ആയി തരംതിരിക്കുന്നുണ്ട്. എന്തിന്റെ ബേസിസിലാണ് നമ്മ ലാബിനെ തരംതിരിക്കുന്നത്, ഒരു ദിവസം എത്ര സാമ്പിൾ വരെ ആ ലബോറട്ടറിയില് എത്ര പേഷ്യന്റിന്റെ സാമ്പിൾ സ്വീകരിക്കുന്നു എന്നതിന്റെ ബേസിസിലാണ് നമ്മൾ എന്താണ് ലാബിനെ തരംതിരിക്കുന്നത്. എത്രയായിട്ട് 4 ആയിട്ട്. ഫസ്റ്റ് വൺ സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, എന്താണ് വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി. സ്മോൾ സൈസ്ഡിൽ എത്ര 100 പേഷ്യന്റിന്റെ വരെ സാമ്പിളുകളാണ് ആ ലാബില് ഒരു ദിവസം സ്വീകരിക്കുന്നത്. മീഡിയം സൈസിലാണെങ്കിൽ 101 മുതൽ 400 വരെയും സാമ്പിളുകൾ സ്വീകരിക്കും. ലാർജ് സൈസ്ഡില് 401 മുതൽ 1000 പേഷ്യന്റിന്റെ സാമ്പിൾസ് ആയിരിക്കും ഒരു ദിവസം ആ ലാബില് ലാർജ് സൈസ്ഡ് ലാബിൽ സ്വീകരിക്കുന്നത്. വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറിയില് 1000ൽ കൂടുതൽ സാമ്പിൾസ് പേഷ്യന്റിന്റെ സാമ്പിൾസ് ഒരു ദിവസം അവര് റിസീവ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? ക്ലിയർ ആയോ? ഇനി ഈ ലാബിലൊക്കെ പോകുമ്പോ നിങ്ങൾ ഈ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്നതൊക്കെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ട് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും ഓരോ സെക്ഷനിൽ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഓരോ ഭാഗങ്ങളും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴുള്ളതോ അതല്ലെങ്കിൽ ലാബില ഇപ്പൊ പ്രവർത്തനങ്ങളൊക്കെ ഓരോന്നും നിങ്ങൾ പഠിച്ചു വരുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇനി ലാബില ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ചെയ്തു നോക്കി നോക്കിട്ടാ. മൾട്ടിപ്പിൾ ലൊക്കേഷൻ. എന്താണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞത്? എ ലബോറട്ടറി ഹാവിംഗ് മോർ ദാൻ 1 ലൊക്കേഷൻ ഇൻ ദി സെയിം ഡിസ്ട്രിക്ട് വിത്ത് സെയിം ലീഗൽ ഐഡന്റിറ്റി. എന്താണ് ഒരു ലബോറട്ടറി ഒരു ലൊക്കേഷനിൽ അല്ലെ ഒരു സെയിം ഡിസ്ട്രിക്റ്റിൽ തന്നെ എന്താണ്
ഒരേ പേരില് പല സ്ഥലങ്ങളിൽ ഉണ്ടാവും, ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ. ഇപ്പൊ എന്താ അങ്ങനെ ഇട്ടിട്ടുണ്ട്, പല അവരുടെ ബ്രാഞ്ചുകൾ ഉണ്ടാവും അല്ലെ, പല സ്ഥലങ്ങളിലായിട്ട് ബ്രാഞ്ചുകൾ. ഇപ്പൊ നീതി ലാബ് ഉണ്ട്, പിന്നെന്താണ് അങ്ങനെയുള്ള ലാബുകള് എന്താണ് അവരുടെ ബ്രാഞ്ചുകൾ ഉണ്ടാവും. DDRC അങ്ങനെയുള്ള അവരെന്താണ് ബ്രാഞ്ചുകൾ, DRC, CH അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവും അവർക്ക്, എന്താണ് പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെയുള്ള ലാബുകൾ. മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ ഒന്നിൽ കൂടുതൽ ലൊക്കേഷനിൽ എന്താണ് ഒരു ലീഗൽ ഐഡന്റിറ്റി, ഒരു പ്രൈവറ്റ് സെക്ടറിന്റെ തന്നെ എന്താണ് പല ബ്രാഞ്ചുകൾ ഉള്ളത്. നെക്സ്റ്റ് എക്യുപ്മെന്റ്. നമ്മുടെ ഫാർമസിയിലെ ലാബിലെ എക്യുപ്മെന്റ്സുകൾ. Each laboratory should arrange a list of equipment needed for functioning of the laboratory depending of the kind of test performed. എന്താണ് ലാബിൽ നടക്കുന്ന ടെസ്റ്റുകൾ അല്ലെ, വ്യത്യസ്ത തരം ടെസ്റ്റുകളായിരിക്കും അല്ലെ ലാബിൽ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, വൈറോളജി ഉണ്ട്, ബാക്ടീരിയോളജി ഉണ്ട്, ഹീമറ്റോളജി ഉണ്ട്, സൈറ്റോളജി ഉണ്ട്. അപ്പൊ എന്താണ് പല തരത്തിലുള്ള ടെസ്റ്റുകളാണ് അല്ലെ ഓരോ ലാബിലും നടക്കുന്നത്. അപ്പൊ ആ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് അവിടേക്ക് ആ ലാബിലേക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സുകൾ എന്താണ് വ്യത്യസ്തങ്ങളായിരിക്കും അല്ലെ. ഈച്ച് ലബോറട്ടറി അപ്പൊ എന്താണ് ഓരോ ലാബിലെ പ്രവർത്തനങ്ങൾക്ക്, ടെസ്റ്റുകൾക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സുകൾ എന്താണ് അവിടെ അറേഞ്ച് ചെയ്യുക. എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്, മെഷറിംഗ് സിസ്റ്റം ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. എക്യുപ്മെന്റ്സുകളിൽ പെടുന്നത് എന്താണ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റുകൾ. മെഷറിംഗ് സിസ്റ്റം എന്താണ് മെഷർ ചെയ്യാനായിട്ട് അല്ലെ, അളക്കാനായിട്ട്. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, LIS, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ക്ലിയർ ആയോ? Each laboratory should arrange a list of equipment. ലബോറട്ടറി ഓരോ ലബോറട്ടറിയിലെ എക്യുപ്മെന്റ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അവര് എന്തിന്റെ ബേസിസിൽ ആ ലബോറട്ടറിയുടെ ടെസ്റ്റുകൾ, ഏതൊക്കെ ടെസ്റ്റുകളാണ് നടക്കുന്നത് എന്നതിന്റെ ബേസിസിൽ ഓരോ ലബോറട്ടറിയിലും അവിടെയുള്ള എക്യുപ്മെന്റ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് എക്യുപ്മെന്റുകൾ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് സിസ്റ്റംസ്, മെഷർ ചെയ്യുന്നത് അല്ലെ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ളത്, ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? Next, the following should be made sure. എന്തൊക്കെയാണ് ഉറപ്പുവരുത്തേണ്ടത്? Equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. എന്താണ് നമ്മ ഓരോ എക്യുപ്മെന്റുകൾ ചൂസ് ചെയ്യുമ്പോഴും ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെ അനുയോജ്യമായ രീതിയിലുള്ള ഡിസൈനിങ് അല്ലെ എന്താണ് നിർമ്മിക്കും. അതിന് നമ്മുടെ ലബോറട്ടറിയിലെ ടെസ്റ്റുകൾക്ക് അനുസൃതമായിട്ടാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ എന്താണ് ഉറപ്പുവരുത്തുക. ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ക്വാളിഫൈഡ് ബിഫോർ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ക്ലിനിക്കൽ യൂസ്. എന്താണ് ക്ലിനിക്കൽ യൂസിന് അല്ലെ. ഇപ്പൊ എന്താണ് അവിടെ കിട്ടുന്ന സ്പെസിമെൻസ് അല്ലെങ്കിൽ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫൈഡ് ആണ്, എന്താണ് അതിനുള്ള പ്രവർത്തന ഉണ്ടോ എന്നൊക്കെ എന്താണ് ഉറപ്പുവരുത്തുക. എന്താണ് ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അപ്പൊ എന്താണ് ആ എക്യുപ്മെന്റ് അതിന് HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, HIS. എന്താണ് ഇപ്പൊ നമ്മ പർച്ചേസ് ചെയ്യുന്ന, ഇപ്പൊ ആ ലാബിലേക്ക് പർച്ചേസ് ചെയ്യുന്ന എക്യുപ്മെന്റ് എന്താണ് ക്ലിനിക്കൽ യൂസിന് പറ്റിയതാണോ എന്ന് ഉറപ്പുവരുത്തുക, ക്വാളിഫൈഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി യൂസബിൾ കണ്ടീഷൻ അറ്റ് ഓൾ ടൈംസ്. എന്താണ് എപ്പോഴും എല്ലാ സമയത്തും യൂസ് ചെയ്യുന്നതിനുള്ള വർക്കിംഗ് കണ്ടീഷൻ ആണ്, യൂസബിൾ കണ്ടീഷൻ ആണോ എന്ന് നോക്കുക. റെഗുലർ ഇൻസ്പെക്ഷൻസ്, cleaning and maintenance of equipment should be performed. Maintenance എന്താണ് റെഗുലർ ഇൻസ്പെക്ഷൻസ് ദിനേന അല്ലെ എന്താണ്
പതിവ് പരിശോധന എല്ലാ ദിവസവും റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ്, ക്ലീനിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. എന്താണ് എല്ലാ എക്യുപ്മെന്റ്സുകളും മെയിൻറ്റെയിൻ ചെയ്തല്ലേ. എന്താണ് ഓരോ എക്യുപ്മെന്റുകൾ സർവീസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും, അതിനെന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അനുസരിച്ച് എന്താണ് ഓരോ എക്യുപ്മെന്റുകളും സൂക്ഷിക്കുക. മെയിൻ്റെനൻസ് പെർഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി മാനുഫാക്ചറർ ഓർ മോർ ആസ് റിക്വയർഡ്. എന്താണ് മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അതിന്റെ ആ എക്യുപ്മെന്റിന്റെ മാനുഫാക്ചർ, അതല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടാവും അല്ലെ, അവരുടെയൊക്കെ അണ്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ മോറാസ് റിക്വയർഡ്, അതല്ലെങ്കിൽ ആ എക്യുപ്മെന്റിനെ കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരാളുടെ കീഴിലാണ് എക്യുപ്മെന്റുകൾ മെയിൻ്റെനൻസ് പെർഫോമേഷൻ ചെയ്യേണ്ടത്. എക്സാമ്പിൾ വിത്ത് ഓവർ യൂസ് ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്. ഓവർ യൂസ് ചെയ്യാതിരിക്കുക. എന്താണ് ഓരോ എക്യുപ്മെന്റുകളും അല്ലെ, അപ്പൊ ഓരോ സാധനങ്ങളാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് അതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെ വാഷിംഗ് മെഷീൻ ഉണ്ട്, മിക്സർ ഗ്രൈൻഡർ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ആ സാധനങ്ങൾ മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് എന്താണ് ഒരു അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. ഒരുപാട് നേരം നമ്മൾ മിക്സി ഇട്ട് ദുരുപയോഗം ചെയ്യാണ്ട് എന്താണ് ഒരുപാട് നേരം നമ്മൾ മിക്സി ഇട്ട് അടിച്ചൊക്കെ കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോൾ അത് കത്തിപ്പോവും അല്ലെ, ചൂടായി ഹീറ്റായിട്ട് കത്തിപ്പോവും അല്ലെ. അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഓവർ യൂസ് ചെയ്യാതിരിക്കുക. ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്സ്. എന്താണ് ഓരോ സാധനങ്ങളും അല്ലെ, ഓരോ എക്യുപ്മെന്റ്സ് ആയാലും മെഷീനറീസ് ആയാലും അല്ലെ വാറന്റി ഒക്കെ ഉണ്ടാവും. ഇത്ര നാളെ യൂസ് ചെയ്യാന്നൊക്കെ ഉണ്ടാവില്ല, ഒരുപാട് കൊല്ലമൊന്നും നമുക്ക് എന്താണ് ഒരു സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ് ഏജിങ് ഓഫ് എക്യുപ്മെന്റ്സ്, അതിന്റെ ഏജിങ് എത്ര നാൾ ഉപയോഗിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തില്. ക്ലിയർ ആയത്? റെഗുലർ ഇൻസ്പെക്ഷൻസ് പതിവ് പരിശോധന. പിന്നെന്താണ് ക്ലീനിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്യുപ്മെന്റ്സുകൾ എന്താണ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുക. മെയിൻ്റെനൻസ് പെർഫോമൻസ് നടത്തുമ്പോൾ ഒന്നില്ലെങ്കിൽ മാനുഫാക്ചറിന്റെ കീഴിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും അസിസ്റ്റൻസിൽ നടത്തുക. പിന്നെന്താണ് അധികം ഓവർ യൂസ് ചെയ്യാതിരിക്കുക. ഓരോ എക്യുപ്മെന്റ്സും ഓവർ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അതിനുള്ള ടൈം പീരീഡിൽ തന്നെ അത് യൂസ് ചെയ്യുക, ഒരുപാട് നാളൊന്നും വർക്ക് ചെയ്യാതെ. Laboratory should maintain needful instructions for operations and maintenance of equipments in the form SOP. എന്താണ് ഓരോ എക്യുപ്മെന്റുകൾ അല്ലെ. ഇപ്പൊ ലബോറട്ടറിയിൽ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ എന്താണ് ഓരോ എക്യുപ്മെന്റ്സുകളും യൂസ് ചെയ്യുന്ന രീതികളെ കുറിച്ച് എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഒരു മെഷീൻ ആണെങ്കിലും എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ മെയിൻറ്റെയിൻ ചെയ്യുക. എ കോപ്പി ഓഫ് ദ സൂക്ഷിക്കുക. ഓരോ മെഷീനുകളും ഓരോ എക്യുപ്മെന്റ്സുകളും ഉപയോഗിക്കേണ്ട രീതികള് മെയിൻറ്റെയിൻ ചെയ്യുക. SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. Standard operating procedures. A copy of the same should be made available near the equipment. എന്താണ് ഒരു എക്യുപ്മെന്റുകൾ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ മെഷീനറി എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിന്റെ കോപ്പി എടുത്തങ്ങാട്ട് എന്താണ് ആ എക്യുപ്മെന്റിനോട് അടുത്ത് തന്നെ പേസ്റ്റ് ചെയ്ത് അങ്ങനെ സൂക്ഷിക്കുക. അപ്പൊ എന്താണ് അത് പുതുതായി വരുന്ന ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അവർ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് എന്താണ് അവർക്കത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. All equipment should undergo calibration and verification. എന്താണ് എല്ലാ എക്യുപ്മെന്റ്സുകളുടെയും കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആക്യുറസി എന്താണ് കൃത്യത. ഒരു എന്താണ് ഇത്ര വാൾട്ട് എല്ലാ മെഷീൻസിനും അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ. എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യാനായിട്ട് വാൾട്ടുകൾ അല്ലെ എത്ര യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ആക്യുറസി ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാലിബ്രേഷൻ ആൻഡ് വെരിഫിക്കേഷൻസ്. Maintenance contracts including warranty cards, telephone numbers of personnel needs to be contacted in the event of equipment malfunctions should be kept safely but within reach for the user. ഇപ്പൊ എന്താണ് നമ്മ ഒരു സാധനം തന്നെ വാങ്ങിച്ചാൽ എന്തെങ്കിലും ഒരു മെഷീനറീസ് മേടിച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മ ജസ്റ്റ് ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ വാറണ്ടി കാർഡൊക്കെ തരും അല്ലെ. അപ്പൊ എന്താണ്
അത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സർവീസ് സെന്ററിലേക്ക് വിളിച്ചു കഴിഞ്ഞാല് അവിടെ നിന്ന് ആള് വന്നിട്ട് നമുക്ക് റിപ്പയർ ചെയ്തൊക്കെ ചെയ്ത് തരൂലേ. അപ്പൊ അങ്ങനെയുള്ള വാറണ്ടി കാർഡുകള്, പിന്നെ എന്താണ് അവര് കോണ്ടാക്ട് ചെയ്യാനുള്ള ടെലിഫോൺ നമ്പേഴ്സ് ഒക്കെ സൂക്ഷിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലിയർ ആയത്? യൂസർ മാനുവൽ ഷുഡ് ബി റെഡിലി അവൈലബിൾ ഫോർ റെഫറൻസ്. യൂസർ മാനുവൽ ഇപ്പൊ നമ്മ എന്താണ് ഓരോ പിന്നെ ഓരോ മെഷീൻസ് മേടിക്കുമ്പോഴല്ലേ നമുക്ക് എന്താണ് മാനുവൽ കിട്ടൂല, എന്താണ് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ വെച്ച് ഒരു മാനുവൽ കാർഡ് അതിനോടൊപ്പം തന്നെ ഉണ്ടാവൂലേ. അപ്പൊ അങ്ങനെയുള്ള റെഫറലിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള മാനുവൽ കാർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ എന്താണ് നമ്മ പുതുതായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കും, നമുക്ക് അറിയില്ല അതിന്റെ വർക്കിംഗ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു ഹെയർ ഡ്രയർ വാങ്ങിച്ചു, അപ്പൊ എന്താണ് പുതിയ മോഡല് യൂസിങ് പ്രോസസ് പുതിയ മോഡൽ ഒരു ഹെയർ ഡ്രയർ ആണ് വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മാനുവൽ ഉണ്ടാവും, അത് ഉപയോഗിക്കേണ്ട രീതിയിലെ. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ എന്താണ് ലാബിലുള്ള ഓരോ എക്യുപ്മെന്റ്സിന്റെ മാനുവൽസ് എന്താണ് റെഫറൻസിന് വേണ്ടി സൂക്ഷിക്കുക. ക്ലിയർ ആയോത്? നെക്സ്റ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്തൊക്കെ പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെയാണ്, നടപടിക്രമങ്ങളും പദ്ധതികളും ഒക്കെയാണ് ലാബിലുള്ളത് എന്ന്. സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. എന്തായിരിക്കും സാമ്പിൾ ലാബലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെസ്സേജ് അയച്ചേ അത് പറയാതെ നമ്മ എന്ത് കാര്യം ലാബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും? എന്തെങ്കിലും കാര്യം ലാബൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ ലാബിൽ കിട്ടുന്ന സാമ്പിളുകളിൽ എന്താണ് പല ആളുകളും കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഇത് ഏത് ടെസ്റ്റ് ആണ്, ആരെയാണ്, പേഷ്യന്റിന്റെ നെയിം ഉണ്ടാവും, അവർ ഏജ് ഉണ്ടാവും അല്ലെ, പേഷ്യന്റിന്റെ ID അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, മാറിപ്പോവാതിരിക്കാൻ അല്ലെ. അപ്പൊ എന്താണ് ഒരു ദിവസം ഇപ്പൊ നമ്മ പറഞ്ഞു മിഡ് സൈസ്ഡ് സ്മോൾ, അപ്പൊ എന്താണ് 100-ൽ കൂടുതൽ ഒരുപാട് പേഷ്യൻസിന്റെ സാമ്പിളുകൾ എന്താണ് ഒരു ലാബിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താ അത് മാറിപ്പോവാതിരിക്കാനാണ് സാമ്പിള് ലാബിൽ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കുന്നത്. സ്പെസിമെൻ ഷുഡ് ബി അറ്റാച്ച്ഡ് വിത്ത് അറ്റ് ലീസ്റ്റ് 2 യൂണിക് ഐഡന്റിഫയേഴ്സ്, എക്സാമ്പിൾ നെയിം, ഏജ് എക്സെട്ര. എന്താണ് നെയിം, ഏജ് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുക. സ്പെസിമെൻ ലേബലിംഗ് യൂസിംഗ് ബാർകോഡ്സ് ഈസ് ആൻ ഓപ്ഷൻ ദാറ്റ് മേ ഡിക്രീസ് എറേഴ്സ്. എന്താണ് എറേഴ്സ് വരാതിരിക്കാനായിട്ട് ബാർകോഡുകളൊക്കെ ലേബൽ ചെയ്ത് സൂക്ഷിക്കുക. ലേബൽ മേ ഇൻക്ലൂഡ് ഫോളോയിങ് ഡീറ്റെയിൽസ്. എന്തൊക്കെ കാര്യങ്ങളാണ് ലേബൽ സാമ്പിൾസും ലേബൽ ചെയ്യേണ്ടത്? പേഷ്യന്റ് നെയിം അല്ലെ, പേഷ്യന്റിന്റെ നെയിം, ഏജ്, ജെൻഡർ. ഇപ്പൊ എന്താണ് ഒരു പേരിൽ തന്നെ അല്ലെ, ഇപ്പൊ നോക്കിയേ നിഷ എന്നുള്ള പേരിൽ തന്നെ ചിലപ്പോ ഒരു ദിവസം 1-ൽ കൂടുതൽ പേഷ്യൻസ് സാമ്പിൾ കൊടുക്കാൻ വരും. അപ്പൊ ജസ്റ്റ് ആ പേര് മാത്രം എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ അതിന് വേണ്ടിയിട്ട് ഏജ്, ജെൻഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ, പേഷ്യന്റിന്റെ ID നമ്പർ ഉണ്ടെങ്കിൽ അത്, ടെസ്റ്റ് റിക്വസ്റ്റഡ് ഏത് ടെസ്റ്റ് ആണ് അവർക്ക് ഡോക്ടർ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള ടെസ്റ്റ് റിക്വസ്റ്റുകള്. ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻസ് കളക്ഷൻ. എന്താണ് ആ സാമ്പിൾ ഏത് സമയത്താണ്, ഏത് ദിവസമാണ്, ഏത് ഡേറ്റിലാണ് എടുത്തത് എന്നുള്ള ടൈമും ഡേറ്റ് ഒക്കെ എന്താണ് അതിൽ ലേബൽ ചെയ്തിരിക്കുക. റിക്വസിഷൻ ഫോം ഓർ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. അതെന്താണ് റിക്വസിഷൻ ഫോം? എന്താണ് അറിയോ ആർക്കെങ്കിലും? കണ്ടിട്ടുണ്ടോ റിക്വസിഷൻ ഫോം? നിങ്ങൾ ആരെങ്കിലും ബ്ലഡാ യൂറിനാ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ റിക്വസിഷൻ ഫോം എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയോ? അതെ, റിസൾട്ട് ഫോം അല്ല, നമുക്ക് ഡോക്ടർ എഴുതി തരില്ലേ ഇന്ന ടെസ്റ്റുകൾ. ഇപ്പൊ നമ്മൊരു ഡോക്ടർ അല്ലെ കൺസൾട്ട്, അതന്നെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എന്തിനാ ഡോക്ടർ ഒരു ഇതിങ്ങനെ
HB ആണോ, WBC ആണോ, RBC ആണോ, ഹീമോഗ്ലോബിന്റെ അളവാണോ, യൂറിൻ ആണോ, യൂറിൻ കൾച്ചർ ചെയ്യാനാണോ എന്നൊക്കെ പറഞ്ഞ് കണ്ട ഒരു ഫോം പോലെ ഉണ്ടാവില്ലേ. അപ്പൊ അതിലെന്താണ് ഒരു ഡോക്ടർ ഇങ്ങനെ ടിക്ക് ചെയ്ത് നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ട ഡോക്ടർ എന്താണ് ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്നല്ലേ ഇങ്ങനെ ടിക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഫോമിനെ പറയുന്നതാണ് റിക്വസിഷൻ ഫോം. മനസ്സിലായോ റിക്വസിഷൻ ഫോം? നമ്മ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ നമുക്ക് ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്ന് അല്ലെ സജസ്റ്റ് ചെയ്ത് തരുന്ന ആ ഫോമിന് പറയുന്നതാണ് റിക്വസിഷൻ ഫോം. The requisition form should be finished by the doctor, health worker requesting the test and sent together within the specimen or patient to the laboratory. എന്താണ് ഈ റിക്വസിഷൻ ഫോം? ആരാണ് ഒന്നില്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കറാണ് തരുന്നത്. അതെന്തിനു വേണ്ടിയിട്ട്? റിക്വസ്റ്റിംഗ് ദ ടെസ്റ്റ് ആൻഡ് സെൻഡ് ടു എന്താണ് ഒന്നില്ലെങ്കിൽ സ്പെസിമെനിലെ എന്തെങ്കിലും സാമ്പിളിന്റെ കൂടെ അതല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൂടെ എന്താണ് ഈ റിക്വസിഷൻ ഫോം എന്താണ് ലാബിലേക്ക് കൊടുത്തേക്കുന്നു. എന്താണ് ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ റിക്വസിഷൻ ഫോമിന്റെ കൂടെ ചിലപ്പോ സാമ്പിൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയൊക്കെയാണ്. അപ്പൊ എന്താണ് അവിടെ ലാബിൽ വന്ന് കണ്ടിട്ട് എന്താണ് ഹോസ്പിറ്റലിലെ റൂമിൽ വന്നങ്ങാണ്ട് ആ ലാബിലെ ആളുകൾ തന്നെയായിരിക്കും നമ്മുടെ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ആ റിക്വസിഷന്റെ ഫോമിന്റെ കൂടെ അവർ തന്നെ കൊണ്ടുപോകും. പേഷ്യന്റിനെ കൊണ്ടുപോകില്ലല്ലോ, നമ്മുടെ സാമ്പിൾ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ എന്താ റിക്വസിഷൻ ഫോമിന്റെ കൂടെ ഒന്നില്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ സാമ്പിളോ അതല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ തന്നെ പേഷ്യന്റ് ആയിരിക്കും ലാബിലേക്ക് പോകുന്നത്. Next, the patient's identity, age, location, date and time of specimen collection, investigation requested and source of sample should also be included. എന്തൊക്കെ കാര്യങ്ങളാണ്? പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, പേരില്, ഏജ്, ലൊക്കേഷൻ, ഡേറ്റ്, ആ കളക്ഷൻ എടുത്ത ഡേറ്റ്, ടൈം, പിന്നെ എന്താണ് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്താണ് സോഴ്സ് ഓഫ് സാമ്പിൾ എന്താണ് കൾച്ചർ ചെയ്യാനാണോ, ഹിസ്റ്റോപാത്തോളജി ചെയ്യാനാണോ, വൈറോളജി ചെയ്യാനാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് സാമ്പിൾ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. എന്താണ് സാമ്പിൾ ഒന്നില്ലെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യാൻ. ചിലപ്പോ എന്താണ് എന്തെങ്കിലും എറേഴ്സ് അല്ലെ എന്താണ് അവർക്ക് എന്താണ് ചില ടെസ്റ്റുകൾക്ക് എന്താണ് നമുക്ക് ബ്ലഡ് ഇത്ര ടൈമിനുള്ളിൽ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ ഉണ്ടാവും ലാബില്. അല്ലെങ്കിൽ എന്താണ് അവർക്ക് അതിന് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് അതിൽ കൂടുതൽ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് റിജക്ട് ചെയ്യും. അപ്പൊ എന്താ ഫ്രഷ് നമ്മുടെ ബ്ലഡ് എടുത്ത് ഇന്ന ടൈമിൽ സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ അത് ലാബിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ എന്താ അല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യും. അങ്ങനെയുള്ള റിജക്ഷനും അക്സെപ്റ്റൻസും. All specimens should be checked on receiving in the laboratory for fitness for test. These checks should include suitable container, quantity or volume. In case of blood, urine sample, quality of sample. In the case of tissue, any leakage എന്താണ് സ്പെസിമെൻ സ്വീകരിക്കുന്ന സമയത്ത് അവരെന്താ ചെക്ക് ചെയ്ത് എന്താണ് ഫിറ്റ്നസ് എന്താണ് ആ കൊണ്ടുവരിക്കുന്ന സാമ്പിള് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് മതിയാവുന്ന രീതിയിലുണ്ടോ, എന്താണ് ഷുഡ് ബി സൂട്ടബിൾ കണ്ടെയ്നർ. എന്താണ് വൃത്തിയില്ലാത്ത കണ്ടെയ്നറിൽ അല്ലെ അധികം വൃത്തിയില്ലാത്ത കണ്ടെയ്നറിലൊക്കെ എന്താണ് സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ യൂറിന് ബ്ലഡ് ഒക്കെ എന്താണ് സൂട്ടബിൾ അല്ലാത്ത കണ്ടെയ്നേഴ്സിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ടെസ്റ്റ് റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടില്ല അല്ലെ. എന്തെങ്കിലും ഇൻഫെക്ഷൻ സാന്നിധ്യോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്താ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പൊ എന്താണ് സൂട്ടബിൾ കണ്ടെയ്നർ ആണോ, ആവശ്യത്തിന് വോള്യത്തില് ക്വാണ്ടിറ്റിയില് ഉള്ള സാമ്പിൾ ഉണ്ട്. ഇപ്പൊ ബ്ലഡ് യൂറിന് ഒക്കെ ആവശ്യത്തിനുണ്ടോ, പിന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് സാമ്പിൾ എന്താണ് ഇപ്പൊ ടിഷ്യൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ അപ്പൊ അതിനാവശ്യത്തിന് സെൽസ് ടിഷ്യൂ ഒക്കെ വെച്ചെങ്ങാണ്ടാണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ക്വാളിറ്റി ഉണ്ടോ. പിന്നെ ഇനി ലീക്കേജിൽ ഇപ്പൊ കണ്ടെയ്നേഴ്സിൽ തന്നെ ലീക്കേജുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് എന്താ ചെക്ക് ചെയ്യുക. റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഫോർ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. എന്താണ് ഇപ്പൊ ഓരോ സാമ്പിളുകളും കൊണ്ടുവരുമ്പോ അത് അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ സ്വീകരിച്ചോ അതല്ലെങ്കിൽ നിരസിച്ചോ എന്നുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക. വിത്ത് റീസൺ ആൻഡ് ആക്ഷൻ സ്പെസിഫൈഡ്. എന്താണ് എന്ത് കാരണം കൊണ്ടാണെന്ന്
അതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കണം. ഓഫ് ഓൾ ദ സാമ്പിൾസ് റിസീവ്ഡ് ഇൻ ദ ലബോറട്ടറി ആസ് പെർ ദ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്തിട്ടാണ് എല്ലാ സാമ്പിളുകളും ലബോറട്ടറിയിൽ സ്വീകരിക്കുന്നത് അവിടെയുള്ള ലബോറട്ടറിയിലെ ക്രൈറ്റീരിയ മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇഫ് ലബോറട്ടറി റിജക്ട്സ് എനി സാമ്പിൾ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ദ പേഷ്യൻസ് ഡോക്ടർ ആൻഡ് നീഡ് ഫോർ റീകളക്ഷൻ. ഇപ്പൊ നമ്മൾ ഒരു സാമ്പിൾ റിജക്ട് ചെയ്ത് ഇപ്പൊ എന്താണ് ഒരു പേഷ്യന്റ് വന്നങ്ങാണ്ട് നമുക്ക് സാമ്പിൾ തന്നു, അപ്പൊ എന്താ നമ്മൾ എടുക്കാൻ നേരത്തെ എന്താ അതിന് ആവശ്യത്തിനുള്ള വോള്യത്തിനുള്ള സാമ്പിൾ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന കണ്ടെയ്നർ വൃത്തിയില്ലാത്തതാണ്, അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മൾ റിജക്ട് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാ, ആ പേഷ്യന്റിന് അല്ലെങ്കിൽ ആ ഡോക്ടറിന് എന്താണ് വിവരം അറിയിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, രണ്ടാമത് എന്താ സാമ്പിള് റീകളക്ട് ചെയ്യുക. ഇപ്പൊ നമ്മ അവരെ വിളിച്ച് വിവരം അറിയില്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല, അവര് പിന്നെ ചിലപ്പോ റിസൾട്ട് വാങ്ങാനായിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇപ്പൊ സാമ്പിൾ എന്തെങ്കിലും റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ അല്ലെങ്കിൽ ഡോക്ടറിനെ വിവരം അറിയിക്കുക. ക്ലിയർ ആയോ? സാമ്പിൾ റിജക്ട് ഓർ അക്സെപ്റ്റൻസ് ക്ലിയർ ആയോ? അത് Next, laboratory record. All the released laboratory reports should be stored as per the national or regulator needs. എന്താണ് നമ്മൾ റിലീസ് ചെയ്യുന്ന ലബോറട്ടറി റിസൾട്ടുകൾ, റിപ്പോർട്ടുകൾ എന്താണ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന റിസൾട്ടുകൾ എന്ത് ചെയ്യാം, അവിടെ LLS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്താണ് നാഷണൽ റെഗുലേറ്റർ റൂൾസ് അനുസരിച്ച് എന്ത് ചെയ്യാൻ നമ്മൾ സൂക്ഷിക്കുക. The records can be kept as physical copies, as instruments, printouts, or photocopies or electrical. എന്താണ് ആ റിസൾട്ടുകളുടെ നമുക്ക് കൊടുക്കുന്ന റിസൾട്ടുകളുടെ റെക്കോർഡുകൾ സൂക്ഷിക്കുക. ഒന്നില്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക, നമുക്ക് കോപ്പി എടുത്ത് ഫോട്ടോ കോപ്പീസ് എടുത്ത് സൂക്ഷിക്കുക. അതല്ലെങ്കിൽ ലാബ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഇലക്ട്രോണിക്കലായിട്ട് കമ്പ്യൂട്ടറിൽ തന്നെ സൂക്ഷിക്കുക, ഹാർഡ് കോപ്പി ആയിട്ടോ സോഫ്റ്റ് കോപ്പി ആയിട്ടൊക്കെ സൂക്ഷിക്കുക. യൂസ് ഓഫ് LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം enables a laboratory to track specimen from the receipt, processing, testing and reporting storage. എന്താണ് നമ്മൾ ഈ LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തില് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ആ സ്പെസിമെൻ ട്രാക്ക് ചെയ്യണം. എന്തെങ്കിലും എന്താണ് ഇപ്പൊ ആ റിസൾട്ട് കൊടുത്തിട്ട് ആ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് റിസൾട്ട് എന്താണ് മിസ്സായി പോയില്ലേ, അപ്പൊ എന്താണ് ആ പേഷ്യൻസിന് രണ്ടാമത് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അവരുടെ ID നമ്പർ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് എന്താണ് ആ സ്പെസിമെൻ ട്രാക്ക് ചെയ്ത് അതിന്റെ റിസീപ്റ്റ് ടെസ്റ്റിംഗിന്റെ റിസൾട്ടുകൾ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് എന്താണ് കൊടുക്കാനായിട്ട് സഹായിക്കും. യൂസ് ഓഫ് LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ ഇപ്പൊ നിന്നെടുത്ത ഭാഗങ്ങള്. ഇൻഫ്രാസ്ട്രക്ചറും അതിനാണ് നമ്മൾ എടുത്തത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഡൗട്ട്സ് വല്ലതുണ്ടോ? മൾട്ടിപ്പിൾ ലൊക്കേഷൻ, ഒന്നിൽ കൂടുതൽ ലൊക്കേഷനിൽ ഇപ്പൊ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ പല ലൊക്കേഷനിൽ ആ ലാബിന്റെ
ശാഖകൾ ഉണ്ടാവൂലേ, ബ്രാഞ്ചുകൾ ഉണ്ടാവാ. ക്ലിയർ ആയോ? ഇപ്പൊ നീതി ലാബ് എന്ന് പറഞ്ഞങ്ങാണ്ട് ചിലപ്പോ എന്ത് ചെയ്യാ, ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ, ഇപ്പൊ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ പല സ്ഥലങ്ങളിൽ ഉണ്ടാവില്ലേ. ഒന്നിൽ കൂടുതൽ ലൊക്കേഷനിൽ ഒരു ഇതിന്റെ തന്നെ, ഒരു ലാബിന്റെ തന്നെ ശാഖകൾ ഉണ്ടാവുന്നത്, ബ്രാഞ്ചുകൾ ഉണ്ടാവുന്നതാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. വേറെ ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ 2 ദിവസം ക്ലാസ് മിസ്സായിരുന്നു, ലൈവ് റെക്കോർഡ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മൊഡ്യൂള് 3 and 4 ഈ ഇതിന്ന് കുറച്ച് മാറ്റിയിട്ടാണ് സിലബസ് മാറിയേക്കണെന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് PDF-ല് ഈ വന്ന ചാപ്റ്റേഴ്സ് തന്നെ റിപ്പീറ്റഡ് ഉണ്ടാവോ? പിന്നെ നെക്സ്റ്റ് PDF എന്ന് പ്രൊവൈഡ് ചെയ്യണേ? നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് പറയുന്നതാണ്. ഇപ്പൊ ഫ്രൈഡേ മിസ് ഉണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി ഇതിനെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ്. പിന്നെ അടുത്തതിനെ കുറിച്ച് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലായിരിക്കും? ക്ലിയർ ആയല്ല? ഓക്കെ. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ലാബ് ആദ്യത്തെ സെക്ഷനിലെ ഒരുപാട് ടെസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ അതിടക്കൊക്കെ ഒന്ന് നോക്കിട്ടാ, മറന്നു പോവാതിരിക്കാൻ. NABL എന്ന് പറഞ്ഞാല് നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. Okay. Thank you all. Thank you, ma'am. Thank you. Thank you, ma'am.